ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച്. ഇത് വെറും ഫാൻസി ആയിട്ടുള്ള വാക്കുകളൊന്നുമല്ല, മറിച്ച് നമ്മുടെ മൈൻഡിൻ്റെയും കോൺഷ്യസ്നെസ്സിൻ്റെയും പവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിയൽ ലൈഫ് പ്രാക്ടീസാണിത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നിയേക്കാം. പക്ഷേ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ, ഫലം നിങ്ങളെ ഞെട്ടിക്കും കേട്ടോ. അത് ഞാൻ ഉറപ്പുതരാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പോസിറ്റീവ് എനർജി ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ലൈഫിൽ ജീവിക്കാൻ കഴിയുന്നത്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അതും ലോക പ്രശസ്തനായ സ്പിരിച്വൽ ടീച്ചറായ നെവിൽ ഗോഡാർഡ് പഠിപ്പിച്ച ഒരു സിമ്പിൾ എക്സസൈസിലൂടെ. നെവിൽ ഗോഡാർഡിനെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ലോ ഓഫ് അസംഷനെ കുറിച്ച്. ഇനി ഇത് നിങ്ങൾ ശരിക്കും ഫണ്ണായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ റിസൾട്ട് നിങ്ങളെ അമ്പരിപ്പിക്കും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക്. ശരി, നിങ്ങളെല്ലാവരും റിലാക്സ് ചെയ്ത് നിങ്ങളുടെ മൈൻഡൊക്കെ കാമാക്കി ഈ വീഡിയോ കാണുക. കാരണം ഇത് കാണുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാൻ പറ്റും. ഈ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ച് മനസ്സിൽ സങ്കല്പിക്കുക. അതൊരു പക്ഷേ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീടാകാം, നിങ്ങളുടെ പുതിയ വീടിൻ്റെ ലിവിംഗ് റൂം ആകാം, ഒരു പക്ഷേ നിങ്ങൾ വെക്കേഷന് പോകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ബീച്ചിലെ ഒരു ചെറിയ കോട്ടേജ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത പക്ഷേ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാകാം. ഏത് സ്ഥലമാണെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ട് കാണുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീടിൻ്റെ, അതായത് നിങ്ങളുടെ പുതിയ വീടിൻ്റെ ലിവിംഗ് റൂമാണ് മനസ്സിൽ കാണുന്നത് എങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. ഒരു സോഫ, ഒരു കസേര, ഒരു മേശ, ജനലുകൾ, ചിത്രങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കണ്ണുകൾ അടച്ച് ഇനി ആ മുറിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതൊരു മേശയാകാം, അല്ലെങ്കിൽ ഒരു കസേരയാകാം, അല്ലെങ്കിൽ അവിടെയുള്ളൊരു ടേബിൾ ലാമ്പ് ആകാം, അല്ലെങ്കിൽ അവിടെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പിക്ചറാകാം. അതിലേതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിങ്ങളുടെ ഫോക്കസ് പൂർണ്ണമായിട്ടും കൊണ്ടുവരിക. ഏത് വസ്തുവാണെങ്കിലും അതിനെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ കൈ കൊണ്ട് തൊട്ടു നോക്കുന്നതായിട്ട് ഭാവിക്കുക. ആ വസ്തുവിനെ മനസ്സുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എടുക്കുന്നതായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് അതിൽ തൊട്ടു നോക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതൊരു വെറും സങ്കല്പമല്ല, മറിച്ച് നിങ്ങൾ ശരിക്കും അത് അനുഭവിക്കാൻ ശ്രമിക്കണം. ആ പ്രത്യേക മേശ, അല്ലെങ്കിൽ ആ പ്രത്യേക കസേര, അല്ലെങ്കിൽ ആ പ്രത്യേക ടേബിൾ ലാമ്പ്, അതിനെ തൊടുമ്പോൾ എന്തു തോന്നുന്നു? അതിൻ്റെ ടെക്സ്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ഉപരിതലം മിനുസമുള്ളതാണോ അതോ പരുപരുത്തതാണോ? അതിന് ഭാരമുണ്ടോ, ഭാരം കുറവാണോ അതോ കൂടുതലാണോ? അത് തൊടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് എന്താണ് അനുഭവപ്പെടുന്നത്? ഉദാഹരണത്തിന്, ആ മുറിയിലെ ഒരു ടേബിൾ ലാമ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ആ ലാമ്പ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ഫീൽ ചെയ്യേണ്ടത്? അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്? അത് ഗ്ലാസ് കൊണ്ടാണോ അതോ മെറ്റൽ കൊണ്ടാണോ അതോ തടി കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിൽ കൈകൊണ്ട് തൊടുമ്പോൾ മിനുസമുള്ളതാണോ അതോ പരുപരുത്തതാണോ? അതിന് വെയിറ്റ് ഉണ്ടോ? ഈ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുകയല്ല, മറിച്ച് ശരിക്കും നിങ്ങൾ അവിടെ നിന്ന് അതിനെ ഫീൽ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഇനി ആ മുറിയിലെ ഒരു കസേരയിൽ ചെന്നിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. വീണ്ടും ഇത് വേറൊരു കസേരയല്ല, ആ മുറിയിലെ സ്പെഷ്യൽ കസേരയാണ്. അതിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് കിട്ടുന്നത്? അത് നല്ല സോഫ്റ്റ് ആണോ? നല്ല കംഫർട്ടബിൾ ആണോ? നിങ്ങൾക്ക് അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ ആ ചെയറിൻ്റെ ആംറെസ്റ്റിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നിറങ്ങളും ശബ്ദങ്ങളും ഫീലിങ്സും എല്ലാം സഹിതം മനസ്സിൽ കൊണ്ടുവരിക. ഇനി നിങ്ങൾ കസേരയിലിരുന്ന് മുറിയെ മുഴുവൻ നോക്കിക്കാണുക. അതായത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് നിങ്ങളുടെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുന്ന പോലെ.
നിങ്ങളുടെ മുന്നിൽ ഒരു TV ഉണ്ടോ? അല്ലെങ്കിൽ പുറത്ത് നല്ല വ്യൂ ഉള്ള ഒരു വിൻഡോ ഉണ്ടോ? ചുവരിൽ ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? ഇങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസും മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ ശരിക്കും അവിടെ തന്നെ ഇരിക്കുന്നതായിട്ട് സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നും മാറും. നമ്മുടെ മൈൻഡ് വളരെ ശക്തമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അതിന് കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ ലൊക്കേഷൻ കൊച്ചിയാണെന്ന് കരുതുക. ഞാൻ എറണാകുളമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൊച്ചി എന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ ന്യൂയോർക്കിലാണ്. നിങ്ങൾ ഈ എക്സസൈസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും കൊച്ചി കാണാൻ കഴിയില്ല. കാരണം നിങ്ങൾ ശരിക്കും കോൺഷ്യസ്നെസ്സിൽ ന്യൂയോർക്കിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂയോർക്കിലാണെങ്കിൽ കൊച്ചി എവിടെയായിരിക്കും? ഒരുപാട് ദൂരമായിരിക്കും അല്ലേ? നിങ്ങൾ ആ ദൂരവും ദിശയും മനസ്സുകൊണ്ട് സെൻസ് ചെയ്യാൻ തുടങ്ങിയാൽ അതിനർത്ഥം നിങ്ങൾ ശരിക്കും കോൺഷ്യസ്നെസ്സിൽ അവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും വസ്തുക്കളും അനുഭവങ്ങളും മനസ്സുകൊണ്ട് ശരിക്കും യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബോധ മനസ്സുകൊണ്ട്, അതായത് കോൺഷ്യസ്നെസ് കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു. നെവിൽ ഗോഡാർഡ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാവന മാത്രമാണ്. അതായത് നിങ്ങളുടെ ഭാവന എവിടെയാണോ അവിടെ തന്നെയാണ് നിങ്ങളും. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ എത്തിച്ചേരും. അങ്ങനെയല്ലേ? ഇത് കേട്ട് നിങ്ങൾ വിചാരിക്കരുത് ആ വസ്തുക്കളൊക്കെ പെട്ടെന്ന് ആകാശത്തു നിന്ന് താഴേക്ക് വീഴുമെന്നോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ടെലിപ്പോർട്ട് ചെയ്ത് അവിടെ എത്തുമെന്നൊന്നുമല്ല. അതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിചിത്രമെന്ന് തോന്നുന്ന രീതിയിൽ ആ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമാജിനേഷൻ എവിടെയാണോ അവിടെ നമ്മുടെ എനർജിയും വൈബ്രേഷനും ഉണ്ടാകും. നിങ്ങൾ ആ സ്ഥലത്ത് എത്താനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാനോ ആവശ്യമായ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിൽ താനെ കടന്നു വരും. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നിങ്ങൾ സ്വപ്നം കണ്ടെടുത്ത് എത്തിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കാര്യത്തിലും ഇത് സത്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, ഒരു ബന്ധം, ഒരു വീട്, എന്തോ ആവട്ടെ, അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് അനുഭവിക്കാൻ സാധിച്ചാൽ അത് യാഥാർത്ഥ്യമാകും. അങ്ങനെയാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത്. ഇന്ന് തന്നെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരു കസേരയിലോ അല്ലെങ്കിൽ കട്ടിലിലോ ശാന്തമായിട്ടിരുന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായെന്ന് മനസ്സിൽ വിശ്വസിച്ച് ആ രംഗം ഒരു സിനിമ കാണുന്നത് പോലെ മനസ്സിൽ തെളിയിക്കുക. ആഗ്രഹിക്കുന്ന സ്ഥലത്തെ വസ്തുക്കളെ മനസ്സുകൊണ്ട് തൊട്ടുനോക്കുക. അവയുടെ ഭാരവും ടെക്സ്ചറും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനുഭവിക്കുക. ആ സ്ഥലത്ത് നിന്ന് ലോകത്തെ കാണുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ മനസ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. അതോടെ നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. നിങ്ങൾ എവിടെയാണോ ഭാവനയിൽ നിൽക്കുന്നത് അവിടെ നിങ്ങൾ എത്തിച്ചേരും. കാരണം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്